ഗുഡ് ആഫ്റ്റർനൂൺ. ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ക്ലാസ് തുടങ്ങാം. ഇറ്റ്സ് ആൾറെഡി 5:05. യെസ്, നമ്മള് നേരത്തെ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് കയറിയിരുന്നു. Now we can come to the details of the statistics. So we were talking about the basics of statistics, frequency distribution, ഡാറ്റയെ മീനിങ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വരെ നമ്മൾ ചെയ്തിരുന്നു. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, റൈറ്റ്? Now after frequency distribution, for giving more meaning to the data, we can write something that is known as graphical representation of data. Graphical representation of data. Let's see the concerns of graphical representation of data. A graphical representation of data, it's not very significant. Still, sometimes there will be questions related to graphical representation of the data. Graphical representation of the data. അതായത് നമുക്കൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ how can we make it bit meaningful? കുറച്ചുകൂടെ മീനിങ്ഫുൾ ആയിട്ട് നമുക്ക് അതിനെ പിക്ടോറിയൽ റെപ്രസെന്റേഷനിലൂടെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഡാറ്റയിൽ പറയുന്നത്. സോ ഇതില് ഫസ്റ്റ് വൺ ഈസ് ബാർ ഗ്രാഫ്. Bar graph is representing the classes as a bar, that is known as bar graph. നമുക്കൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, ഐ എം ജസ്റ്റ് റൈറ്റിംഗ് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. We have classes and frequency. Classes 0 to 10, 10 to 20, 20 to 30. This way I have classes. And frequency I have 2, 8, 14, 60, 10. Of course, these are the classes and frequency. So in order to draw a bar graph എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ എക്സ് വൈ ബാറുകൾ വരെയും എക്സ് ഡാഷ് എക്സ് ആൻഡ് വൈ ഡാഷ്. ജസ്റ്റ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. അപ്പോ ഓക്കെ, എക്സും വൈ ആക്സസുകൾ വരയുന്നു. നമ്മളിങ്ങനെയാണ് എക്സും വൈയും ആക്സിസ് വരയുന്നത്. എക്സ് ഡാഷ് എക്സ് ആൻഡ് വൈ ഡാഷ്. ഇവിടെ എക്സും ഇങ്ങനെയാണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ നമ്മൾ ഇത് സാധാരണ പറയാറ് എക്സ് ഈസ്റ്റ് വൈ എന്ന് പറയുമ്പോൾ 3:2 ഈ ഒരു പ്രൊപ്പോർഷനിലാണ് സാധാരണ എടുക്കുന്നത്. ഓക്കെ, ഇനി ഇതിൽ ഓരോ ക്ലാസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ബാറുകൾ വരയുന്നു. ഫസ്റ്റ് ക്ലാസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന 0 to 10. ഇവിടെ നമ്മള് എക്സ് ആക്സിസില് വൈ ആക്സിസില് നമ്മള് ഇവിടെ 14 മാക്സിമം ഫ്രീക്വൻസി, 16 അപ്പൊ അതിന് അനുയോജ്യമായി ഞാൻ ഒരു സെന്റിമീറ്ററിന് 2 യൂണിറ്റ് എടുത്ത് ഞാൻ 8 ബാർസ് വരച്ചു. ഫോർ എക്സാമ്പിൾ 2, അങ്ങനെ ഞാൻ 4, അങ്ങനെ എഴുതി. 8, 10, 12, 14, 16 എങ്ങനെ 16 വരെ ഫ്രീക്വൻസി അടയാളപ്പെടുത്തി. ഇനി അതിന് കറസ്പോണ്ടിങ് 0 to 10 എന്ന് പറഞ്ഞ ക്ലാസ്, അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന 2 ആണ് അതിന്റെ ബാർ. അപ്പൊ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഇൻഡിപെൻഡന്റ് ബാർ വരുന്നു. അതെന്താണ്? 0 to 10 എന്ന് പറയുന്ന ക്ലാസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ബാറാണ്. 0 to 10 എന്ന് പറയുന്ന ക്ലാസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ബാറാണ്. ഇനി അടുത്ത ക്ലാസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന 8. അപ്പോ അടുത്ത ക്ലാസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന മറ്റൊരു ഇൻഡിപെൻഡന്റ് ബാറായി ഞാൻ അതിനെ വരച്ചു. 10 to 20. At the 20 to 30, it is 14.
ഞാൻ വീണ്ടും അടുത്തൊരു ഇൻഡിപെൻഡന്റ് ബാർ വരച്ചു. 14. ഓരോന്നിനും ഓരോ ഇൻഡിപെൻഡന്റ് ബാറുകളായിട്ട് നമ്മൾ വരയുന്നതിനെയാണ് ബാർ ഗ്രാഫ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് 16. സോ മാക്സിമം. അടുത്തത് 10 ആണ്. ദിസ് ഈസ് ആക്ച്വലി ബാർ ഗ്രാഫ്. അപ്പോ ഓരോ ക്ലാസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഇൻഡിപെൻഡന്റ് ബാറുകളായിട്ട് നമ്മൾ വരയുന്നു. ജസ്റ്റ് ഇങ്ങനെ കാണുന്നതിന് വേറൊരു രീതിയിൽ, ഇപ്പൊ ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ കാണുന്നത് പോലെ തന്നെ നമ്മൾ വേറെ രീതിയിൽ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് മാത്രം. ഓക്കെ, നൗ വി ആർ മൂവിങ് ടു സെക്കൻഡ് കൈൻഡ് ഓഫ് തിങ്സ്. വേറൊരു ഇതിലേക്ക് നമുക്ക് പോയി നോക്കാം. ബാർ ഗ്രാഫ് ആണ് കഴിഞ്ഞ് ഇനി നമുക്ക് ഹിസ്റ്റോഗ്രാം. ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞ ഒരു ഗ്രാഫ് ഉണ്ട്. ഇത് ഓരോന്നും റിലേറ്റഡ് ആയിരിക്കും. ഓരോ ഓരോ ബാറുകളും തമ്മിൽ ബന്ധപ്പെടുത്തിയായിരിക്കും ഉണ്ടാവുന്നത്. ഹിസ്റ്റോഗ്രാം ആവുമ്പോൾ we draw histogram. Okay, ഇങ്ങനെ ഒരു ഇത് വരച്ചു. ഓരോന്നിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ബാറുകളായി ഞാൻ അതിനെ വരയുന്നു. അപ്പോ ഇങ്ങോട്ട് ഇതുപോലെ തന്നെ നമുക്ക് എന്താണ്, ജസ്റ്റ് വൈ ആക്സിസിൽ നമ്മൾ 16 വരെയാണ് മാക്സിമം നമ്മുടെ 16 വരെ വരയുന്നു. ഓരോ സെന്റിമീറ്റർ 2 യൂണിറ്റ് എന്നുള്ള രീതിയിൽ എടുത്തു. ഫസ്റ്റ് 0. അപ്പൊ ഇവിടെ 0-യിലാണ് നമ്മൾ തുടങ്ങുന്നത്. 0 ആണ് നമ്മുടെ വൈ ആക്സിസ്, എക്സ് ആക്സിസ്. അപ്പൊ നമ്മൾ അതിന് ഒന്നാമത്തെ ബാർ 0 to 10 ആണ്. അപ്പൊ നമ്മൾ ഓരോ സെന്റിമീറ്റർ വിട്ട് അതിന്റെ നമ്പർ വരുന്നു. 10, 20, 30, 40, 50, 60. Okay, whatever it is. Now 0 to 10, what is the frequency? നോക്കുക. 0 to 10 നമ്മൾ തന്നിരിക്കുന്ന ഫ്രീക്വൻസി 2 ആണ്. അടുത്ത 8 ആണ്, 14 ആണ്. അപ്പൊ 0 to 10 എന്ന് പറയുമ്പോഴ് 0 മുതൽ 10 വരെ 2 ആണ് അതിന്റെ ഫ്രീക്വൻസി. അപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ബാർ എടുത്തു. 0 to 10 2 ആണ്. അപ്പൊ 2 ഇത്രയുള്ളൂ. 0 to 10 പറയുന്ന ഈ ബാർ. അടുത്തത് 14 ആണെന്ന് തോന്നുന്നു. 12 ആണ്. 8 ആണ് അടുത്തത്. 8 ആണ്. 10 to 20. അപ്പൊ അതിനെ ചേർത്ത് വരെയാണ് ചെയ്യുന്നത്. നേരത്തെ ഇൻഡിപെൻഡന്റ് ബാർ ആണെന്ന് ചേർത്ത് വരുന്നു. അടുത്ത 12 ആണ്. അടുത്ത 16 ആണ്. അടുത്ത 8 ആണ്. ഇങ്ങനെ ചേർത്ത് വരയുന്നതിനെയാണ് നമ്മൾ ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. ഹിസ്റ്റോഗ്രാം ഈസ് വൈഡ്ലി യൂസ്ഡ് as one of the graphs. നേരത്തെ പറഞ്ഞത് ഇൻഡിപെൻഡന്റ് ബാർ ആയിട്ടാണ് ബാർ ഗ്രാഫ് വരുന്നത്. ഇവിടെ വന്നപ്പോൾ എല്ലാം ചേർത്ത് വരഞ്ഞു. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലെ രണ്ടാമത്തെ. ക്ലിയർ ആണല്ലോ? Then we have next third graphical representation. That is
frequency polygon. Frequency polygon. Frequency polygon എന്ന് പറയുന്നത് it is a multi-sided closed figure. Multi-sided closed figure. Frequency polygon is a multi-sided closed figure. So here for drawing the frequency polygon, let me take the model distribution. If this is the distribution, I need one more in order to draw the frequency polygon. I have to take the exact value representing a class. ആ ക്ലാസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വാല്യൂ വേണം. അതായത് ഈ ക്ലാസിന്റെ 0 to 10 എന്നാണ്. ക്ലാസ്സിനെ 0 മുതൽ 10 വരെ എന്ന് പറയുന്നതിന് പകരം അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മിഡ് പോയിന്റ് ആവശ്യമാണ്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വാല്യൂ ദാറ്റ് വി call it as midpoint or mid-x. ഈ mid-x എന്ന് പറയുന്നത് ഇതിന്റെ ആവറേജ് 0 plus 10 by 2 5, 10 plus 20 by 2 15, next is 25, 35 and 40. This is the midpoint of the distribution. Finally we have frequency. അപ്പൊ നമുക്ക് ക്ലാസ്സിൽ നിന്നും ഫ്രീക്വൻസി വെക്കുന്നതിന് പകരം what we have done is we have taken the midpoint and representing it with the class. എന്നിട്ട് അതിനെ നമ്മൾ വരയാണ് ചെയ്യുന്നത്. Let me draw a line again. X dash, x, y, y dash. I am just representing the. Okay. ഇവിടെ നമ്മൾ വാല്യൂസ് നേരത്തെ പറഞ്ഞ പോലെ എഴുതി 2, 4, 6, 8, 12, 14, 16. ഇപ്പുറത്ത് ഓരോ സെന്റിമീറ്റർ 10. അപ്പൊ നമുക്ക് 1 centimeter is equal to 10 units. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യത്തേത് 1/2 centimeter എടുക്കുന്നു. കാരണം നമ്മുടെ മിഡ് പോയിന്റ് 5 ആണ്. അടുത്തത് 1 സെന്റിമീറ്റർ 15, 25, 35, 45, 55, whatever it is. 15, സെക്കൻഡ് ക്ലാസിന്റെ മിഡ് പോയിന്റ് 15 ആണ്. തേർഡ് ക്ലാസിന്റെ മിഡ് പോയിന്റ് 25 ആണ്. ഫോർത്ത് ക്ലാസിന്റെ മിഡ് പോയിന്റ് 35 ആണ്. ക്ലാസ്സിന്റെ മിഡ് പോയിന്റ് 45 ആണ്. ഇങ്ങനെ വരും. ഇനി ഞാൻ ഇതിന് കറസ്പോണ്ടിങ് വാല്യൂ 5 എന്ന മിഡ് പോയിന്റിന് നേരെ 2 ആണ്. അപ്പൊ ഞാൻ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മാർക്ക് അവിടെ ചെയ്തു. അടുത്ത ക്ലാസ് 15 റെപ്രസെന്റ് ചെയ്യുന്ന 8. ഇവിടെയാണത് വരുന്നത്. അപ്പൊ ഞാൻ അവിടെ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന വാല്യൂ എടുത്തു. 15 റെപ്രസെന്റ് ചെയ്യുന്ന വാല്യൂ 8. അടുത്ത റെപ്രസെന്റ് ചെയ്യുന്ന വാല്യൂ 14 ആണ്. അടുത്ത 16, അടുത്തത് 10. അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ എഴുതുക. ഇനി ഇതിനെ നമ്മള് മൾട്ടി സൈഡഡ് ക്ലോസ്ഡ് ഫിഗർ. അപ്പൊ ഓരോന്നും തമ്മിൽ സ്ട്രെയിറ്റ് ലൈന് കൊണ്ട് യോജിപ്പിക്കണം. സ്കെയിൽ വെച്ച് നമ്മൾ വരയുന്നു. ഇതിനെ നമ്മൾ അടുത്ത പോയിന്റിലേക്ക്. അപ്പൊ ഇതിന് തൊട്ട് മുന്നേ ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ അത് -5-ലായിരിക്കും. അപ്പൊ അവിടേക്ക് അതിന്റെ ക്ലാസ് 0 ആയിരിക്കും.
ഇങ്ങോട്ടുണ്ടെങ്കിൽ അത് 55 ആയിരിക്കും. അപ്പൊ അതിന്റെ ഫ്രീക്വൻസി ഇപ്പം 0 ആണ്. ഇങ്ങനെ വരയുന്നതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറയുന്നത്. ഫ്രീക്വൻസി പോളിഗൺ. So frequency polygon is a multi-sided closed figure. Okay. അപ്പൊ നമുക്ക് ഓരോ മിഡ് പോയിന്റിലും എത്ര പേര് വന്നു എന്നുള്ള ഒരു റെപ്രസെന്റേഷൻ. ഇനി മറ്റൊന്നാണ് ഒജീവ്സ്. ഒജീവ്സ് ആർ ആൾസോ നോൺ ആസ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്. ഒരു പ്രത്യേക പോയിന്റിന് മുകളിൽ എത്ര പേരുണ്ട്, ഓരോ പ്രത്യേക പോയിന്റിന് താഴെ എത്ര പേരുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു അസംഷനിലേക്ക് ഒരു ഫിഗർ നമ്മൾ എടുക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒന്നാണ് ഒജീവ്സ് അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്. Ogives, there are two ogives, less than ogive and greater than. Less than ogive, greater than ogive. രണ്ട് രീതിയിൽ less than ogive or less than cumulative frequency curve. In order to draw the less than ogive, we need upper limit and less than cumulative frequency. Upper limit less than cumulative frequency ആണ് less than ogive വരുമ്പോൾ വേണ്ടത്. Greater than വരുമ്പോൾ lower limit and greater than cumulative frequency ആണ് greater than ogive വരെയാണ് വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും വരയണമെങ്കിൽ ആദ്യം അതിന്റെ കറക്റ്റ് പൊസിഷൻ മനസ്സിലാക്കണം. ലെസ് ദാൻ ഒജീവ് ആണ് നമ്മൾ വരയാൻ പോകുന്നത്. ലെസ് ദാൻ ഒജീവ് വരയണമെങ്കിൽ എക്സ് ആക്സിസിൽ അപ്പർ ലിമിറ്റ് ആണ് വേണ്ടത്. എക്സ് ആക്സിസിൽ എനിക്ക് അപ്പർ ലിമിറ്റ് ആണ് വേണ്ടത്. എക്സ് ആക്സിസ്. വൈ ആക്സിസിൽ ഗ്രേറ്റർ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് വൈ ആക്സിസിൽ വേണ്ടത്. അപ്പൊ ഇനി നമുക്കിത് ചെയ്ത് നോക്കാം. അപ്പർ ലിമിറ്റ് ഓൺ എക്സ് ആക്സിസ്. അപ്പൊ ഓരോ ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ 10, 20, 30, 40, 50 അപ്പർ ലിമിറ്റുകൾ. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ലെസ് ദാൻ വരയണം. ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ ഹിയർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുന്നു. ലെസ് ദാൻ അപ്പർ ലിമിറ്റ്. അപ്പർ ലിമിറ്റിൽ താഴെ എത്ര പേരുണ്ട്? 10 താഴെ എന്ന് പറയുമ്പോൾ എത്ര പേരുണ്ട്? 10 താഴെ 2 പേരാണ്. 20 താഴെ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ 8 അല്ല ആൻസർ. 20നും 10നും ഇടയിലാണ് 8. അപ്പൊ 20 താഴെ എന്ന് പറയുമ്പോൾ 8 + 2 30 താഴെ എന്ന് പറയുമ്പോൾ 20 + 30 28 30 എന്ന് പറയുന്ന കാറ്റഗറിയിൽ 14 ഉണ്ട്. അതിന് താഴെ 10 പേരും. അപ്പോൾ ദിസ് ഇസ് 24. ദിസ് വിൽ ബി 40. ഫൈനലി ഇറ്റ് വിൽ ബി 50. ഇതാണ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പൊ ഈ ലെസ് ദാൻ ഒജീവ് വരയാൻ എളുപ്പമാണ്. ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അതുപോലെ തന്നെ അപ്പർ ലിമിറ്റുമാണ് നമുക്ക് വേണ്ടത്. Less than cumulative frequency upper limit. We draw the thing again. അപ്പൊ നമ്മളിവിടെ അപ്പർ ലിമിറ്റ് ഇവിടെ നമ്മൾ അപ്പർ ലിമിറ്റ് ആണ് പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പർ ലിമിറ്റ് ആണ് എക്സ് ആക്സിൽ എഴുതാൻ പോകുന്നത്. ഇവിടെ എന്ത് എഴുതും? ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും എഴുതും. അപ്പോ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ തോത് നോക്കുക, നമുക്ക് എത്ര കിട്ടിയെന്ന്. 2, 10, 24, 40, 50 50 വരെയുണ്ട്. അപ്പൊ അതനുസരിച്ചുള്ള ഒരു പ്രപ്പോർഷൻ ഇവിടെ ചെയ്യാം. അപ്പൊ 1 centimeter is equal to 1 centimeter is equal to 10 units എന്നുള്ള രീതിയിൽ എടുത്തത്. 1, 2, 3, 4, 5. അപ്പർ ലിമിറ്റ് 10, 20, 50 ഇത്രയാണ് വരുന്നത്. ഇനി അപ്പർ ലിമിറ്റ് 10 ആണെങ്കിൽ അതിന്റെ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എത്രയാന്ന് നോക്കാം. അപ്പർ ലിമിറ്റ് 10, അതിന്റെ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 2. അടുത്തതിന്റെ 10 ഇപ്പൊ 2. ഇത് 10 ആണ്. അപ്പൊ 2 എന്ന് പറയുമ്പോൾ വളരെ നോമിനൽ
സംഭവമായിരിക്കും. ചെറിയ ഒരു പ്രശ്നമാണ്. അപ്പോ ഇവിടെയാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ 2 താഴോട്ടായിരിക്കും. ഓക്കെ, അടുത്ത ഇത് നോക്കാം. അടുത്ത ക്ലാസ് 10 to 20 ആണ്. ഇതിൽ അപ്പർ ലിമിറ്റ് 20 ആണ്. 20 എന്ന് പറഞ്ഞ അപ്പർ ലിമിറ്റിന്റെ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 10 ആണ് അല്ലെ, 10 ആണ്. അപ്പൊ അടുത്തതിന്റെ ഞാൻ 10 പ്ലോട്ട് ചെയ്തു. അടുത്ത 24 ആണ്. 20ന്റെ മുകളിലായിട്ട് വരും. അടുത്തത് 40, 50. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയ വാല്യൂസ്. എന്നിട്ട് അതിനെ സ്മൂത്ത് കർവ് വരയുമ്പോഴാണ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് ഓർ ലെസ് ദാൻ ഒജീവ് കിട്ടുന്നത്. അപ്പൊ ഓരോ ക്ലാസിന്റെയും അപ്പർ ലിമിറ്റും ആ ക്ലാസ്സിൽ വരുന്ന ടോട്ടൽ ഫ്രീക്വൻസി, അതായത് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ലെസ് ദാൻ ആണ് നോക്കുന്നത്. അത് രണ്ടിനെയും ബേസ് ചെയ്തുകൊണ്ടാണ് എക്സ് ആക്സിസില് അപ്പർ ലിമിറ്റും വൈ ആക്സിസില് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വരെയാണായി. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ലോവർ ലിമിറ്റ് ഓൺ ദ എക്സ് ആക്സിസ് ആൻഡ് ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓൺ ദ വൈ ആക്സിസ്. ഇതില് ലോവർ ലിമിറ്റ്. അപ്പൊ നമ്മളിവിടെ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതിയിരിക്കുന്നത്. ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണണം. ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 0ക്ക് മുകളിൽ എത്ര പേരുണ്ട്? അപ്പൊ നമുക്ക് ഇവിടുന്ന് തുടങ്ങുമ്പോൾ ഈസി ആയിരിക്കും. 40 above എത്ര പേരുണ്ട്? 10 പേര്. 30 above 10 പ്ലസ് 16 26 പേര്. 20 above 26 14 40 പേര്. 10 above 48 പേര്. 0 above 50 പേര്. അതാണ് ഗ്രേറ്റർ ദാൻ ലോവർ ലിമിറ്റ്, ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്. ഓക്കെ, ഇനി അത് നമുക്ക് വരച്ചു നോക്കാം. ജസ്റ്റ് അതിന്റെ ഓപ്പോസിറ്റിൽ അത് തന്നെ വരയാം നമുക്ക്. That would be good. So I'm just taking the table for the convenience. ഇത് തന്നെ അറിയാമെങ്കിൽ പൂജ്യത്തിന് മുകളിൽ 50 പേര് അല്ലെ. അപ്പൊ 0 എക്സ് ആക്സിസില്. അപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെയാണ് 50 കംപ്ലീറ്റ് വരുന്നത്. അടുത്തത് 40ക്ക് മുകളിലാണ്. 40ക്ക് മുകളിൽ 26 പേര്. 26 ആയി. നെക്സ്റ്റ് ഈസ്
sorry. That is not the thing. 50ക്ക് മുകളിൽ നമ്മൾ പറഞ്ഞ 50ക്ക് സോറി 0ക്ക് മുകളിൽ അപ്പോ 10ന് മുകളിൽ 48 ആണ്. 10ന് മുകളിൽ 48. അത് കഴിഞ്ഞ് 40 ആണ്. നെക്സ്റ്റ് കാറ്റഗറിയിൽ 40, നെക്സ്റ്റ് 26, നെക്സ്റ്റ് 10. ഇതിനെ സ്മൂത്ത് ആയിട്ട് വരയുമ്പോഴാണ് ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് കിട്ടുന്നത്. ബ്ലാക്കിൽ കാണുന്നത് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്. അപ്പോ ഇത് രണ്ടിനും ആവശ്യമുള്ള കാര്യങ്ങൾ ഒന്ന് നോക്കുക. ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണെങ്കിൽ ഫ്രീക്വൻസി കർവ് ആണെങ്കിൽ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും അപ്പർ ലിമിറ്റും, ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും ലോവർ ലിമിറ്റും ആണ് വേണ്ടത്. So I am just giving you a problem. You can just try to draw it. It's not very significant. Still, once you have it, you can try. Yes, we have classes and frequency. Yes, now you can try with this. Just you can try less than. You can try frequency polygon less than or even greater than or equal. Frequency polygon less than or equal and greater than or equal. ഇതേ മൂന്നൊന്ന് ചെയ്ത് നോക്കുക. ജസ്റ്റ് എ മിനിറ്റ്.
ചെയ്യാൻ പറ്റുന്നുണ്ടോ? If it is okay, ഇതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല കാരണം അത് വളരെ ബേസിക് ആണ്. Now we are moving to more clarity in research in statistics. That is descriptive statistics. Descriptive statistics. Descriptive statistics is already, it describes the data. When a statistical parameter or statistical value describes a specific data set, that is known as descriptive statistics. When a statistical data set describes a data, that is actually known as descriptive statistics. In descriptive statistics, there are certain concerns. One is measures of central tendency. Measures of central tendency, measures of dispersion, skewness, and kurtosis. These are the aspects of descriptive statistics. This describes the data. Descriptive statistics describes the data set as a whole. So, when we come to each and every aspect of the descriptive statistics, let me take the measures of central tendency first. Measures of central tendency. What is actually measures of what? This is an index, or we can call it as indices that represent the central tendency. That is known as measures of central tendency. Indices that represent the central tendency, that is known as measures of. There are three measures of central tendency: arithmetic mean, median, and mode. These are the very minimum aspects, minimum concerns of statistics. ഇത് നമ്മൾ ഈ arithmetic mean ഒക്കെ നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം കാരണം for the further calculations we need it. Arithmetic mean നമുക്കുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. Let me give one by one arithmetic mean. Before going to that, I can tell you what is central tendency. Central tendency is the tendency of all measures in a given distribution. All measures in a distribution to come around or roam around a central value. ഒരു സെൻട്രൽ വാല്യൂവിനെ ചുറ്റിപ്പറ്റി നിൽക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് നമ്മൾ സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂണിവേഴ്സൽ അല്ലെ? നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് if you have a class of students and you identify that 35 is the average, it is a central tendency, one of the central tendency. Average of a class എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ 35ന് ചുറ്റിപ്പറ്റിയായിരിക്കും ബാക്കിയുള്ള എല്ലാ കുട്ടികളും ഉണ്ടാവുന്നത്. All the students are near to the central value 35. So now we can come to the first central tendency measure, arithmetic mean. What is arithmetic mean? It is known as average. Arithmetic mean is average. It is sum of observations divided by number of observations. Divided by number of observations. That's arithmetic mean കാണുന്നതിനുള്ള equation. Sum of observations divided by number of observations
if we go for the what it is simple, you will get the sigma. Okay, we can call it as sigma x by n. That is the equation of arithmetic mean. Arithmetic mean is represented with x bar. X bar എന്നുള്ള രീതിയിലാണ് arithmetic mean നെ represent ചെയ്യുന്നത്. x bar is equal to sigma x by n. ടോട്ടലി നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോ ഇഫ് യു ഹാവ് എ റോ ഡാറ്റ, ദർ ആർ ടു റോ ഡാറ്റ മീനിങ്ഫുൾ അല്ലാത്ത ഡാറ്റ തന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും നമുക്ക് നോക്കാം. 2 3 4 5 6 തന്നിരിക്കുന്നു. അപ്പൊ എല്ലാം കൂടെ ആഡ് ചെയ്യുന്നു, നമ്പറോട് ഡിവൈഡ് ചെയ്യുന്നു. 2 + 3 5 5 + 4 14 19 25 25 divided by 5. So arithmetic mean value is 5. Total divided by sum of observations divided by number of observations. ആർക്കും കൺഫ്യൂഷൻ ഇല്ലല്ലോ, വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ വരുന്ന ഒന്നാണ് arithmetic mean. ആ കാൽക്കുലേഷൻ ശരിയല്ലെന്ന് തോന്നുന്നു സാർ. 20/4 വരും. ഓക്കെ, 20/5 ആണ് അല്ലേ? സോറി ഓക്കെ, 4 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പം ടോട്ടൽ ഡിവൈഡഡ് ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഇത് ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? I am taking the same frequency distribution that we had here. ഈ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമ്മളിത് എങ്ങനെ ചെയ്യും നമുക്ക് നോക്കാം. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഈ സിഗ്മ എക്സ് ബൈ എന്നിന് പകരം സിഗ്മ എഫ് എക്സ് ബൈ എൻ ആയിരിക്കും. Sigma fx by n. Sigma fx by n. Here, f is the corresponding frequency of the class. X is the midpoint of the class. N is the total frequency. Okay, this is about sigma fx by n. അപ്പൊ നമുക്ക് ചെയ്യാലോ, വളരെ ക്ലിയർ ആണ്. അപ്പോ എഫും എക്സും നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം, എന്നും ഐഡന്റിഫൈ ചെയ്യണം. സോ എഫ് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ, എഫ് മാത്രം വന്നിട്ടുള്ളൂ, എക്സ് ഇല്ല. വാട്ട് ഈസ് എക്സ്? എക്സ് ഈസ് ദ മിഡ് പോയിന്റ്. അപ്പൊ ഇതിവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു കോളം കൂടി ഇൻസേർട്ട് ചെയ്തിട്ട് ഞാനിവിടെ മിഡ് പോയിന്റ് എഴുതി. മിഡ് പോയിന്റിനെ ഞാൻ മിഡ് എക്സ് എന്ന് കാണിച്ചു. എക്സ് ആണ്, എക്സ് ഈസ് ദ മിഡ് പോയിന്റ്. ഞാനിവിടെ എഴുതി കഴിഞ്ഞു. സിഗ്മ എഫ് എക്സ് ബൈ എൻ ആണ് എന്റെ ഇക്വേഷൻ. എഫ് എന്ന് പറയുമ്പോൾ ഓരോ ക്ലാസിന്റെയും കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ആണ്. എഫ് എക്സ് എന്ന് പറയുന്ന മിഡ് പോയിന്റ് ആണ്, കാരണം അത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഇക്വേഷൻ. ഡിവൈഡഡ് ബൈ എൻ, ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടേക്ക് പോയി ക്ലാസിന്റെ മിഡ് പോയിന്റ് എടുത്തു. മിഡ് പോയിന്റ് എന്ന് പറയുമ്പോൾ അപ്പറും ലോവറും ആഡ് ചെയ്ത് അതിന്റെ ആവറേജ് ആണ്. 15 25 35. ക്ലിയർ ആണല്ലോ? അപ്പൊ എക്സും എഫും തന്നു. ഇനി എന്താണ്? എഫ് എക്സ് കാണണം. എഫ് ഇൻറ്റു എക്സ്, എഫ് എക്സ് കാണുന്നു. 35 30 into 5 എത്രയും 130 190 ആണോ? 195 ആ? യെസ്, സോറി, 195 150 ഇവിടെ 490 ആണോ? 490. യെസ് യെസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് എഫ് എക്സ് ഓരോന്നും കണ്ടു. പക്ഷെ ഇവിടെ ആൻസർ എന്താണ്? സിഗ്മ എഫ് എക്സ് ആണ്. അപ്പൊ അടുത്ത ഒരു കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ ടോട്ടൽ ചെയ്യുന്നു. സിഗ്മ എഫ് എക്സ്, സിഗ്മ എഫ് എക്സ് എത്ര കിട്ടി?
870 ആണോ? എനിക്കറിയില്ല, നോക്കണേ ഒന്ന് ജസ്റ്റ്. ഓക്കെ 870. ഓക്കെ, സിഗ്മ എഫ് എക്സ് കിട്ടി. ഇനി സിഗ്മ എക്സ് എഫിനെ എന്നോട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ആദ്യം ചെയ്തു ക്ലാസ്സസും ഫ്രീക്വൻസി മാത്രമായിരുന്നു. മിഡ് പോയിന്റ് കണ്ടു, ക്ലാസ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന വാല്യൂ ആക്കി. അത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എഫ് എക്സ് എന്ന് പറയുന്ന ഈ ടേം കിട്ടുന്നത്. എഫ് എക്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ആദ്യത്തെ ഫുൾ ടേം ആയ സിഗ്മ ഓഫ് എഫ് എക്സ് കിട്ടുന്നത്. എഫ് എക്സ് കാണുന്നു, എഫ് ഇൻറ്റു എക്സ് ആണ് എഫ് എക്സ്, ഓരോന്നിന്റെ എഫ് എക്സ് കാണുന്നു. അത് കഴിഞ്ഞ് അതിന് ടോട്ടൽ ചെയ്യുമ്പോഴാണ് സിഗ്മ എഫ് എക്സ് കിട്ടുന്നത്. ഈ താഴെ കിട്ടുന്നതാണ് സിഗ്മ എഫ് എക്സ്. സിഗ്മ എഫ് എക്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സിഗ്മ എഫ് എക്സ് ഇസ് ഈക്വൽ ടു 870 ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് n? n ഈസ് ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീക്വൻസി. ഫ്രീക്വൻസിയുടെ ടോട്ടൽ ചെയ്യുന്നു 40 ആണെന്ന് തോന്നുന്നു അല്ലെ? n ഈസ് 40. അപ്പൊ n എനിക്ക് 40 ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പൊ n 40 ആണ്. 870 by 40 ആൻസർ കിട്ടും. ദാറ്റ് ഈസ് ദ മീൻ സ്കോർ. വാട്ട് ഈസ് 870 by 40? 870 by 40 ഏതാണെങ്കിലും 21.25 25. 21.75. 125. 25. Okay. Okay. 21.15. Yes, yes. അപ്പൊ ആൻസർ കിട്ടി. ഇത് വളരെ സിമ്പിൾ ആണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇത് നമുക്ക് എന്തായാലും പഠിക്കണം. ഇനി മീഡിയൻ മോഡ് ഈ വാല്യൂസ് നമുക്ക് ചിലപ്പോൾ ചോദിച്ചേക്കാം. എന്നാലും ലെറ്റ് മീ ഗോ ടു ദ വാല്യൂസ്. അപ്പൊ ഇത് കാണുന്നത് മനസ്സിലായല്ലോ. നമ്മൾ സിഗ്മ എക്സ് ബൈ എൻ ആണ് ആവറേജ് കാണുന്നത്. അത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആകുമ്പോൾ എഫ് എക്സ് ബൈ എൻ ആണ്. എഫ് എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി, എക്സ് എന്ന് പറയുമ്പോൾ മിഡ് പോയിന്റ്, എഫ് എക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എഫ് എക്സ് കിട്ടും. എഫ് എക്സിന്റെ ടോട്ടലിനെയാണ് സിഗ്മ എഫ് എക്സ്. അതിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എൻ കൊണ്ട്. എൻ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീക്വൻസി എന്ന് ഞാനിവിടെ എഴുതി വെച്ചു. ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീക്വൻസി ആണ് എൻ എന്ന് പറയുന്നത്. ഓക്കെ, എൻ ഈസ് ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീക്വൻസി. അങ്ങനെ നമുക്ക് ആൻസർ കിട്ടും. Now come to the second measurement of central tendency, that is median. Median is the middlemost value. It is the middlemost value when the observations are arranged in the order of magnitude. ഒരു ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ അതിൽ മിഡിൽ മോസ്റ്റ് വരുന്ന വാല്യൂവിനെയാണ് മീഡിയൻ എന്ന് പറയുന്നത്. There is no, it's a positional. So it is not having that much significance. ചില കേസിൽ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഇൻ ദ മാർക്കറ്റ് ഫീൽഡ് വി ആർ യൂസിങ് മീഡിയൻ. ഒരു പ്രത്യേകിച്ച് ഒരു ഹോം മേക്കേഴ്സ് ഒക്കെ തന്നെയും ഒരു പർച്ചേസിനൊക്കെ പോകുമ്പോൾ സാധാരണ നമ്മൾ കടയിലൊക്കെ ചോദിക്കുന്ന ഒരു സംഭവമാണ് ഒരു മീഡിയം എന്നാണ് പലപ്പോഴും നമ്മൾ പറയാറ്. ശരിക്കും മീഡിയൻ ആണത്. റേറ്റ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരു മീഡിയൻ റേഞ്ച് എന്ന് പറയും. ശരിക്കും അത് ചിലര് മീഡിയം എന്ന് പറയും. ശരിക്കും അത് മീഡിയൻ റേഞ്ച് എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു ഏകദേശം ഒരു ഭയങ്കര ഹൈയും വേണ്ട, ഭയങ്കര ലോവും വേണ്ട. ദാറ്റ് ഈസ് മീഡിയൻ. അപ്പൊ അങ്ങനെ ഈ മീഡിയൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് അതാണ്. ഏറ്റവും കൂടുതൽ, ഏറ്റവും ഹൈ അല്ല, ഏറ്റവും ലോയും അല്ല, മിഡിൽ മോസ്റ്റ് വാല്യൂ. സാധാരണ അതാണ് കൂടുതൽ ആളുകളെ, കൂടുതൽ ഒരു കാറ്റഗറിയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വാല്യൂ ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യുന്നു. അപ്പൊ നമ്മളൊരു ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ ഒരു ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്നത്, ചിലർ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വാല്യൂ, ഏറ്റവും കൂടുതൽ പൈസയും വേണ്ട ഇങ്ങനെ പറയുന്ന ആ ഒരു സാധനമാണ് ശരിക്കും മീഡിയൻ. കം ടു ദ കാൽക്കുലേഷൻ. ഇഫ് ഇറ്റ് ഈസ് എ റോ ഡാറ്റ ആണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ജസ്റ്റ് അതിനെ അറേഞ്ച് ചെയ്യുന്നു. If this is the value, what you do? We are just arranging in either ascending or descending. And descending in 8, 7, 6, 5, 4, 3, 1. ഇതില് മിഡിൽ വരുന്ന വാല്യൂ. 5 is the median in this case.
മീഡിയൻ എന്ന് പറയുന്നത് 5 ആണ്. ഇൻ കേസ് ചിലപ്പോൾ 2 എണ്ണം വന്നു, ഇവിടെ എനിക്ക് 2 കൂടെ വന്നു എന്ന് വിചാരിക്കാം. അപ്പോ എക്സാക്ട് മീഡിയൻ ഇവിടെ വന്നില്ല. മിഡിൽ മോസ്റ്റ് 2 വാല്യൂസ് വന്നു. 5 and 4 ആർ മിഡിൽ മോസ്റ്റ്. അപ്പൊ അതിന്റെ ആവറേജ് ആയ 5 പ്ലസ് 4/2 4.5 എന്ന് കിട്ടും. ദിസ് ഈസ് ദ തിങ്. ഇങ്ങനെയാണ് നമ്മൾ 2 വാല്യൂസ് നടുക്ക് വന്നിരുന്നെങ്കിൽ വരികയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന മീഡിയൻ. റോ ഡാറ്റയുടെ ആണ്. If it is frequency distribution, it's taking the same frequency distribution. Then median is L plus n/2 minus cumulative frequency upon frequency into 100. Upon frequency into 100. Sorry, into class interval, sorry, into C. L plus n/2 minus cumulative frequency upon corresponding frequency into class interval. So, let me check whether the equation is available. Then I can somewhere L plus is maybe പല രീതിയിൽ എഴുതാറുണ്ട്. You can use, if you have any other equation with you, it's all right. L plus n/2 പല രീതിയിൽ confusing. Okay, leave it. Same thing, it is represented in another way. L plus n/2 minus cumulative frequency into 100. Okay. Let me see. Okay. Okay. L is the exact lower limit of the median class. Otherwise, I can write also, draw also. L plus in a big bracket we can have n/2 n/2 minus cumulative frequency. Cumulative frequency, that is CF, upon frequency corresponding frequency into class interval. This is the equation actually. This way it can be represented better. L plus n/2 minus cumulative frequency upon frequency into class interval. Okay, now let me come to the okay. Yes. Now
let's see what is L. L is equal to exact lower limit of the median class. Exact lower limit of the median class. N is equal to total of frequency. N by 2 and the total of frequency. Very simple. CF എന്ന് പറയുന്നത് cumulative frequency up to the median class. Median class വരെയുള്ള ക്ലാസിന്റെ cumulative frequency ആണ് CF. F is equal to corresponding frequency of the median class. C is the class bound, class limit, class interval. So L is the exact lower limit of the median class. Total number of frequency N. Cumulative frequency up to the median class. Median class തൊട്ട് താഴെയുള്ള ക്ലാസ്, median class വരെയുള്ള ക്ലാസിന്റെ frequency ആണ് corresponding frequency of the median class. F, small f ആണ്. C is the class limit. So now how can we do that? See, ആദ്യം നമ്മളോട് ചെയ്യേണ്ടത് മീഡിയൻ ക്ലാസ്സിനെ ഐഡന്റിഫൈ ചെയ്യണം. മീഡിയൻ ക്ലാസ് എന്ന് പറയുമ്പോൾ മിഡിൽ മോസ്റ്റ് വാല്യൂ എവിടെ വരുന്നു എന്നുള്ളത്. അപ്പൊ അതിന് നമ്മൾ നേരത്തെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ചെയ്ത പോലെ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണണം. ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണുമ്പോഴാണ് ആ ഒരു സംഭവം നമുക്ക് കിട്ടുന്നത്. Let me go to less than cumulative frequency. 10 ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പറയുമ്പോൾ അപ്പർ ലിമിറ്റിന് താഴെ എത്ര പേരുണ്ട്? 10 താഴെ എത്ര പേരുണ്ട്? 7. 20 താഴെ എത്ര പേരുണ്ട്? 7 + 13 20. 30 താഴെ എത്ര പേരുണ്ട്? 20 + 6 26. And 26 + 14 ആകുമ്പോൾ 40. ടോട്ടൽ 40. ഇതാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പർ ലിമിറ്റിന് താഴെ എത്ര പേരുണ്ടെന്നാണ് നമ്മൾ നോക്കിയത്. അപ്പർ ലിമിറ്റിന് താഴെ എത്ര പേരുണ്ടെന്നാണ് നോക്കിയത്. ക്ലിയർ ആണല്ലോ. ഇനി ഇതിൽ മിഡിൽ മോസ്റ്റ് വരുന്ന, അതായത് നമ്മുടെ ടോട്ടൽ ഫ്രീക്വൻസി ആയ 40, അതിന്റെ പകുതി എവിടെയാണോ വരുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ, ആ ക്ലാസ്സിനെയാണ് നമ്മൾ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. ഇവിടെ 40 ടോട്ടൽ ഫ്രീക്വൻസി, അതിന്റെ പകുതി 20 ഉൾക്കൊള്ളുന്ന ക്ലാസ്സിനെയാണ് ക്യുമുലേറ്റീവ്. അപ്പൊ ഈ ക്ലാസ് ആണ് 20 ഇവിടെയാണ് വരുന്നത്. ഈ ക്ലാസ്സിനെയാണ് നമ്മൾ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. ദിസ് ക്ലാസ് ഈസ് മീഡിയൻ ക്ലാസ്. ഓക്കെ, ഈ ക്ലാസ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നത്. കാരണം ടോട്ടൽ ഫ്രീക്വൻസിയുടെ പകുതി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുത്തപ്പോ വരുന്നത് ആ ക്ലാസ്സിലാണ്. ലെറ്റ്സ് കം ടു ഈച്ച് ആൻഡ് എവറി ആസ്പെക്ട്. വാട്ട് ഈസ് എക്സാക്ട് ലോവർ ലിമിറ്റ്? അപ്പൊ ഈ കേസിൽ ഇവിടെ എക്സാക്ട് ലോവർ ലിമിറ്റ് ആണ്. ഇതൊരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്, ഈ എക്സ്ക്ലൂസീവ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ ഈ കേസിൽ ഇവിടെ 10 തന്നെയാണ് അതിന്റെ L എന്ന് പറയുന്നത്. n/2 എത്രയാണ് നമുക്ക് കിട്ടി? n/2 എത്രയാണ്? n/2 20 ആണ്. n/2 CF എന്ന് പറയുമ്പോൾ എന്താണ്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി അപ് ടു ദ മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസ് വരെയുള്ള ക്ലാസിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. മീഡിയൻ ക്ലാസ് വരെയുള്ള ക്ലാസിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. മീഡിയൻ ക്ലാസിന്റെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 20 ആണ്. അത് വരെയുള്ള ക്ലാസ് എന്ന് പറയുമ്പോൾ അതിന്റെ തൊട്ട് മുന്നേ ഉള്ള ക്ലാസ് 7 ആണ്. 7 ആണ് അപ് ടു ദ മീഡിയൻ ക്ലാസ് എന്ന് പറയുന്നിടത്തുള്ള ഫ്രീക്വൻസി. കറസ്പോണ്ടിങ് ഫ്രീക്വൻസി, മീഡിയൻ ക്ലാസിന്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി എത്രയാണ്? 13 ആണ്. കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഓഫ് ദ മീഡിയൻ ക്ലാസ്, ദാറ്റ് ഈസ് 13. വാട്ട് ഈസ് ദ ക്ലാസ് ഇന്റർവൽ, ക്ലാസ് ലിമിറ്റ്? 10 ഈസ് ദ ക്ലാസ് ലിമിറ്റ്. എല്ലാ വാല്യൂസ് ആയി ജസ്റ്റ് വി ക്യാൻ go to the calculation. So how do we calculate? L plus n/2 minus cumulative frequency upon frequency into class interval. ചെയ്ത് നോക്കാം. Just you can do L. What is L here? 10. L 10 അല്ലേ? 10 to 20 അല്ലേ L? Yes.
L is equal to 10. 10 plus, what is in the bracket? N by 2, 20. N ആണ് 20, N 40 ആണ്, അപ്പൊ N by 2 ആണ് നമ്മൾ 20 എടുത്തത് അല്ലേ? N by 2 ആണ് നമ്മളിവിടെ 20 എടുത്തത്. അപ്പോൾ N by 2 20 minus CF, cumulative frequency up to the meeting class 7 divided by frequency of the corresponding class 13 into class interval 10. Okay, this is the calculation. Now let me expand. അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോൾ 10 plus 20 minus 7 13. 13 20 minus 7 13. ഞാനിത് വീണ്ടും സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ വേണമെങ്കിൽ 13 by 13 into class interval 10. അപ്പോൾ എത്ര വരും? Equal to 10 plus in bracket 13 by 13 എത്രയാണ്? 1. 1 into 10. 10 അല്ലേ? 10 ആയി. അപ്പോൾ 10 plus 10 എന്ന് കിട്ടും. Answer is 20. Median is 20 here. Here analog, you can also do a calculation. I give you an example. Same kind. So, ഈ frequency മാറ്റി തരുന്നു. You have frequency 3. You have 12. You have 9. For example, this is your calculation. You can calculate it. What is the median? You can just work on 3 to 4 minutes.
Okay, sir. I'm sorry, I was mute, na? I was mute. Hello? Yes, sir. Hello? ആരും പറഞ്ഞില്ല ഞാൻ മ്യൂട്ട് ആയിരുന്നു. മോഡിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിരുന്നത്. മോഡ് ഈസ് ദ മോസ്റ്റ് ഫ്രീക്വന്റ് ഐറ്റം ഇൻ എ ഡിസ്ട്രിബ്യൂഷൻ. മോസ്റ്റ് ഫ്രീക്വന്റ് ഐറ്റം ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒന്നിലധികം മോഡ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എണ്ണി എടുക്കുകയാണ് ചെയ്യുന്നത്. മോസ്റ്റ് ഫ്രീക്വന്റ് ഐറ്റം ഇൻ എ ഡിസ്ട്രിബ്യൂഷൻ. ചിലപ്പോൾ അത് മൾട്ടി മോഡൽ ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്, ഒന്നിലധികം മോഡ് വരുന്നത്. ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന, ഏറ്റവും കൂടുതൽ ഫ്രീക്വന്റ് ആയി വരുന്ന ഒരു വാല്യൂവിനെയാണ് നമ്മൾ അത് നമ്മളിപ്പോ ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന സാധനങ്ങൾ എടുക്കാറുണ്ട്. അതൊക്കെ ശരിക്കും മോഡ് ബേസ്ഡ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്രീക്വൻസി ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്നതിന് നമ്മൾ അതിന്റെ മോഡ് ബേസ്ഡ് ആണ് പലപ്പോഴും ഈ പ്രൈസ് ഫിക്സിങ്ങോ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതിൽ കുറെ അപ്ലിക്കേഷൻസ് ഉണ്ട് ഉണ്ടായിരുന്നു. When we come to the frequency distribution, L plus CF2 upon F1 plus F2. L എന്ന് പറയുന്ന exact lower limit of the model class. C is the class interval. F1 is the frequency of the class just above the model class. F2 is the frequency of the class just below the model class. Frequency of the class just below the model class. Model class in the താഴെ ഇരിക്കുന്ന ചെറിയ ക്ലാസിന്റെ ഫ്രീക്വൻസിയും വലിയ ക്ലാസിന്റെ ഫ്രീക്വൻസിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഒരു മോഡ് ക്ലാസിനെ നമ്മൾ കണ്ടെത്തുകയും അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂഷൻ. ഫോർ എക്സാമ്പിൾ, ദിസ് ഈസ് യുവർ ഡിസ്ട്രിബ്യൂഷൻ. ദിസ് ഈസ് യുവർ ഡിസ്ട്രിബ്യൂഷൻ ഫോർ എക്സാമ്പിൾ. ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ യു. അപ്പൊ ഇവിടെ എൽ എന്ന് പറയുന്ന എക്സാക്ട് ലോവർ ലിമിറ്റ് ഓഫ് ദ മോഡൽ ക്ലാസ്, ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി വരുന്ന ക്ലാസിന്റെ ലോവർ ലിമിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും, എൽ ഈസ് 30 പ്ലസ് ക്ലാസ് ഇന്റർവെൽ 10 into F2 CF2. What is F2 here? F2 is the frequency of the class just below the model class. Model class in the താഴെയുള്ള ക്ലാസ് എന്ന് പറയുമ്പോൾ ഇതാണ്. Sorry, CF2, F1 above the model class and below the model class. Okay. അപ്പോൾ CF2. F2 is the frequency class just below the model class. Below the model class is 6. So C into 6. That is 60 divided by F1 plus F2. For above and below, 6 plus 11, 17. 60 divided by 17. 30 plus 60 divided by 17 ആണ്. അതൊക്കെയാണ് വരുന്നത്. 60 divided by 17, we have 3.53. 529. I just made it as 53. So this is the 33.53 is the. This is the mode of the group. So mode is most frequent item in a distribution. In a frequency distribution, it is L plus CF2 upon F1 plus F2. വളരെ ബേസിക് ആണ്. ഇത് അങ്ങനെ ആസ് ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം കളയുന്നില്ല. Now we are moving to the measures of dispersion. Measures of dispersion. Measures of dispersion. Let us look into the measures of dispersion. Measures of dispersion, one is range, second one is average or mean deviation, third is quartile deviation, next one is
standard deviation. These are the aspects of measures of dispersion. There are 4 measures of dispersion: range, average or mean deviation, quartile deviation, standard deviation. Dispersion എന്ന് പറയുന്നത് from where it is, what is the average variation from the given point. I can tell you an example here. If we are drawing some shape, if I am drawing some shape, ഇപ്പൊ ഇങ്ങനെ ഒരു ബോക്സിനകത്ത് നമുക്ക് കുറെ വാല്യൂസ് ഉണ്ട്, പല വാല്യൂസ് ഉണ്ട്. ഇതില് മിഡിൽ ഏകദേശം ആവറേജിൽ നിൽക്കുന്ന ഒന്നെന്ന് പറയുമ്പോഴേ എവിടെയാണോ കൂടുതൽ വാല്യൂസ് ഉള്ളത് അതിനനുസരിച്ചാണ്. ഇതൊക്കെ ഓരോരോ ഫിഗർ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് കൺസിഡേർഡ് ആസ് ദ ആവറേജ്, അരിത്തമെറ്റിക് മീൻ വാല്യൂ ഇതാണെന്ന് വിചാരിക്കുക. അപ്പൊ അതിനെ all the other measures are roaming around the central value. ബാക്കിയുള്ളതൊക്കെ അതിനെ ചുറ്റിപ്പറ്റിയാണ്, അതിനപ്പുറത്തുമാണ് നിൽക്കുന്നത് എന്നുള്ള മീനിങ്. When it comes to dispersion, the deviation from the value, ഇതിൽ നിന്ന് ഇത്ര ദൂരമുണ്ട്, എത്ര ദൂരത്താണ് ഓരോന്ന് കിടക്കുന്നത്, അതിന്റെ ഒരു ആവറേജ് ഇൻഡെക്സ് ആണ് measures of dispersion. ഓരോ വാല്യൂവും പല സ്ഥലങ്ങളിലായിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ആവറേജിൽ നിന്ന്, സെൻട്രൽ വാല്യൂവിൽ നിന്ന് ഓരോന്നും എത്ര ദൂരത്തിലാണ് എന്നതെടുത്ത് അതിന്റെ ഒരു ആവറേജ് കാണുന്നതാണ് ശരിക്കും ഡിസ്പേർഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്. വേരിയബിലിറ്റി അല്ലെങ്കിൽ ഡിസ്പേർഷൻ എന്ന് പറയുന്നത് എവിടൊക്കെ ഫിഗേഴ്സ് ഉണ്ടോ അതിൽ നിന്നെല്ലാം പോകുന്ന വാല്യൂസിന്റെ ഒരു ആവറേജ് ആണ് നമ്മൾ എടുക്കുന്നത്. ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ഡിസ്പേർഷൻ. നൗ see the measures of dispersion. Measures of central tendency, arithmetic mean is the best measure of central tendency. അതുപോലെ measures of dispersion, standard deviation is the best measure of dispersion. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മാത്രമാണ് ഇപ്പൊ കാണുന്നത്. More than that, it is used for further calculations, further statistical calculations. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ദ ബെസ്റ്റ് മെഷർ ഓഫ് ഡിസ്പേർഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് അരിത്മെറ്റിക് മീൻ ഓഫ് സ്ക്വയേഴ്സ് ഓഫ് deviations of observations from their arithmetic mean. This is the square root of arithmetic mean of squares of deviations of observations from their arithmetic mean. It is square root of arithmetic mean of squares of deviations of observations from their arithmetic mean. This is the equation for standard deviation. Square root of sigma x bar minus x upon n whole square. Let me check whether available standard deviation. Yes, it is somewhere. Yes.
Let me take it's enough. I don't want to make you confused. So it is square root of arithmetic mean of squares of deviations of observations from their arithmetic mean. X minus x bar. Now, let me come to the another calculation here. I'm just oh, sorry. This bracket is before sigma. That was a confusion for me. Yeah. So this, sorry. Yes. X minus x bar the whole square. സോ ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ അനോവ ചെയ്യുകയാണെങ്കിലും റിഗ്രഷൻ ചെയ്യുകയാണെങ്കിലും ടി ടെസ്റ്റ് ചെയ്യുകയാണെങ്കിലും ഒക്കെ നമുക്ക് എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഒക്കെ നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. അനോവ റിഗ്രഷൻ എല്ലാത്തിലും നമുക്ക് ആവശ്യമുള്ളതാണ്. സിഗ്മ എക്സ് ബൈ എൻ ഇക്വേഷൻ തന്നെ ക്ലിയർ ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് അരിത്തമെറ്റിക് മീൻ സിഗ്മ ബൈ എൻ ഓഫ് വാട്ട് squares of the deviations, that is squares of the deviations of observations from their arithmetic mean. ഇനി നമുക്ക് ഒരു കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം. I am just inserting another table. Here I have classes 0 to 10. Sorry. $30 to $40, $40 to $50. Okay, this is the thing. Now we have frequencies. This is the frequency, for example. So how do I do? എന്തൊക്കെ എനിക്ക് ഇവിടെ ആവശ്യമുണ്ട്? അരിത്തമെറ്റിക് മീൻ വേണം, ഓരോ ഒബ്സർവേഷനും വേണം, ഇത് വേണം. അപ്പൊ ആദ്യം നമ്മള് ഇതിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു റോ ഡാറ്റയിലെ ചെയ്യുന്നു, എന്നിട്ട് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോകുന്നു. ഓക്കെ, റോ ഡാറ്റ. For example, these are the data for me. So how do I calculate? How do I calculate it? ആദ്യം ഞാൻ അരിത്തമെറ്റിക് മീൻ കാണണം. അരിത്തമെറ്റിക് മീൻ എന്താണ്? സിഗ്മ എക്സ് ബൈ എൻ. അപ്പൊ സിഗ്മ എക്സ് എത്രയാണ്? അരിത്തമെറ്റിക് മീൻ. ഐ ഹാവ് ടു കാൽക്കുലേറ്റ് എക്സ് ബാർ. എക്സ് ബാർ മൈനസ് എക്സ് ആണിത്. എക്സ് ബാർ മൈനസ് എക്സ് ആയതുകൊണ്ട് എനിക്ക് എക്സ് ബാർ കാണണം. ദാറ്റ് ഈസ് അരിത്തമെറ്റിക് മീൻ. അരിത്തമെറ്റിക് മീൻ എന്ന് പറയുമ്പോൾ ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ആണ്. 6 ആണ് ഇതിലെ നമ്പർ. 21 ആണോ? Divided by 6. What is the value? $3.5 അല്ലേ? ആണോ? Yes. 3.5 അരിത്തമെറ്റിക് മീൻ കിട്ടി. അതായത് ഇവിടെ റോ ഡാറ്റയാണ്. റോ ഡാറ്റയില് നമ്മൾ സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ ഓഫ് എക്സ് ബാർ മൈനസ് എക്സ് ഓർ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ അപ്പോൺ എൻ. ഓക്കെ, അപ്പോ അതിൽ എക്സ് ബാർ കിട്ടി. ഇനി ഇതിനെ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയി ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിനെ എന്ത് ചെയ്യുന്നു? ഒരു ടേബുലർ ഫോമിലേക്ക് മാറ്റി എഴുതുന്നു. ആദ്യം എനിക്ക് ഇവിടെ എക്സിനെ താഴോട്ട് എഴുതുന്നു. എക്സ് എന്ന് പറയുന്നത് 4 ഈസ് എൻ എക്സ്, അടുത്ത എക്സ് 5 ആണ്, മറ്റൊരു എക്സ്. ഓരോന്നും ഓരോ എക്സ് ആണ്. 6 ആണ് മറ്റൊരു എക്സ്.
ഇനി എനിക്ക് എക്സ് മൈനസ് എക്സ് ബാർ അല്ലെങ്കിൽ എക്സ് ബാർ മൈനസ് എക്സ് വാട്ട് എവർ ഇറ്റ് ഈസ് എക്സ് മൈനസ് എക്സ് ബാർ ഞാനിവിടെ അരിത്തമെറ്റിക് മീൻ മൈനസ് എക്സ് എന്ന് എഴുതി. ഓക്കെ, അരിത്തമെറ്റിക് മീൻ എനിക്ക് 3.5 ആണ്. 3.5 നിന്ന് 4 കുറയ്ക്കണം, മൈനസ് 0.5. 3.5 നിന്ന് 5 കുറയ്ക്കുക, മൈനസ് 1.5. Minus 1.5. This is minus 1.5. What is next? 6 minus, sorry, 3.5 minus 2.5. 3.5 minus 3, 0.5. 3 minus 2, 1.5. 3 minus 1, 2.5. അപ്പോൾ എക്സ് മൈനസ് എക്സ് ബാർ ആയി, എക്സ് ബാർ മൈനസ് എക്സ് ആയി. ഇനി അടുത്ത എന്താണ്? എക്സ് ബാർ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ് അല്ലെ. എക്സ് ബാർ ഇട്ടേക്കാം. Just taking the shape and putting it x bar. Okay. ഇതിന്റെ ഹോൾ സ്ക്വയർ അല്ലെ. എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എത്രയാണ് വരുന്നത്? 0.25 2.25 ആണോ? 6.25 0.25 2.25 ശരിയാണോ? Yes. അപ്പോ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ കിട്ടി. എന്താണ് ഇക്വേഷൻ? സിഗ്മ ആണ് അല്ലെ. സിഗ്മ ടോട്ടൽ കാണാം. അപ്പൊ ഇവിടെ ടോട്ടൽ എടുക്കുന്നു. എത്ര വരുന്നു? 17.5. 17.5 ആ. 17.5 അല്ലേ. 17.5 കിട്ടിയാൽ നമ്മൾ സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ആണ് കിട്ടിയത് അല്ലെ. ബൈ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. വാട്ട് ഇസ് എൻ? എൻ എത്രയാണ് ഇവിടെ? 1 2 3 4 5 6 അല്ലേ. 6 ആണ് എൻ. അതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദിസ് ഈസ് സിഗ്മ ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. അടുത്ത സ്റ്റേജില് 17.5 divided by 6 2 point എത്ര കിട്ടും? 17.5 2.9. Yes, 2.916 so 2.9. ഇനി എന്തോ അതിന്റെ സ്ക്വയർ റൂട്ട്, അതിന്റെ സ്ക്വയർ റൂട്ട് കാണാം. 2.9 സ്ക്വയർ റൂട്ട് എത്രയാണ് നോക്കാം. You can use simple calculator. So what will be the answer? ഇത് ഒരു റോ ഡാറ്റയിലാണ് നമ്മൾ ചെയ്തത്. ഇനി ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ the same thing, we can use the same thing. What is it? See, ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഇതില് നമ്മള് ഇവിടെ ഒരു എഫും കൂടെ തരും. സിഗ്മ ഓഫ് എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. സോ ഐ എം ജസ്റ്റ് ഡ്രോയിങ് സിഗ്മ ഓഫ് f into x minus x bar the whole square. Sigma of f into x minus x bar the whole square by n. Sigma of f into x minus x bar the whole square, x minus x bar or x bar minus x, whatever it is, the whole square by n. അത്രേ ഉള്ളൂ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലുള്ള ഡിഫറൻസ്.
ഒരു എഫും കൂടെ ആഡ് ചെയ്യുന്നു എന്ന് മാത്രം. സോ നമുക്ക് ഇനി അതിലേക്ക് പോവാം. അപ്പൊ ഈ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ ആദ്യം എന്ത് കാണണം? ഇവിടെ ഫ്രീക്വൻസി എഫ് എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി, എക്സ് ബാർ എന്ന് പറയുമ്പോൾ അരിത്തമെറ്റിക് മീൻ, എക്സ് എന്ന് പറയുമ്പോൾ ഓരോ ക്ലാസിന്റെ റെപ്രസെന്റ് ചെയ്യുന്ന വാല്യൂ, മിഡ് പോയിന്റ് ഇതൊക്കെ നമുക്കറിയാം. എക്സ് ഒക്കെ നമ്മൾ ചെയ്തു, നേരത്തെ ചെയ്തു. അപ്പൊ ഞാൻ ആദ്യം എനിക്ക് അരിത്തമെറ്റിക് മീൻ കാണണം. അരിത്തമെറ്റിക് മീൻ എന്താണ്? സിഗ്മ എഫ് എക്സ് ബൈ എൻ ആണ്. എഫ് ഉണ്ട്, എക്സ് ഇല്ല. അപ്പൊ ഞാൻ എക്സ് കാണുന്നു. എക്സ് എന്ന് പറയുമ്പോൾ മിഡ് പോയിന്റ് ആണ്. മിഡ് പോയിന്റ് ഞാൻ എഴുതുന്നു. ഇനി അടുത്തത് എഫ് എക്സ് കാണുന്നു. എഫ് ഇൻറ്റു എക്സ്, എഫ് ഇൻറ്റു എക്സ് ആണ് എഫ് എക്സ്. 20, 90, 80 അല്ലേ? സോറി, 80 90 90 തന്നെ. സോറി. Next is 12 into 25, 300, 35, 280. 280, 450. ഓക്കെ, ഇനി നമ്മൾ സിഗ്മ എഫ് എക്സ് നോക്കുന്നു. സിഗ്മ എഫ് എക്സ് എത്രയായിരുന്നു? 1140 ആണോ? ആയിരത്തി 1140 അല്ലേ? അപ്പൊ അരിത്തമെറ്റിക് മീൻ എത്ര വന്നു? അരിത്തമെറ്റിക് മീൻ സിഗ്മ എഫ് എക്സ് ആയ 1140 ഡിവൈഡഡ് ബൈ എൻ എത്രയാ? എന്ന് പറയുമ്പോൾ ടോട്ടൽ ഓഫ് ഫ്രീക്വൻസി ആണ്. ഇവിടെ കിട്ടും എൻ. എൻ എത്രയാണ് കിട്ടിയത്? എൻ എത്ര കിട്ടി? 20, 40. എൻ 40. അപ്പൊ 1140 ഡിവൈഡഡ് ബൈ 40. എത്ര ആൻസർ കിട്ടി? അരിത്തമെറ്റിക് മീനേ ആവുന്നുള്ളൂ. $28.5 അല്ലേ? Yes, 28.5. ഇത് അരിത്തമെറ്റിക് മീൻ ആണ് കിട്ടിയത്. ഇനി അടുത്തത് എക്സ് മൈനസ് എക്സ് ബാർ ആണ്. ഇനി എന്തൊക്കെ നമുക്ക് കാണണം? എക്സ് ബാർ മൈനസ് എക്സ്, അത് രണ്ടും ഒന്ന് തന്നെയാണ്. എന്തായാലും എക്സ് ബാർ മൈനസ് ആണെങ്കിൽ എക്സ് ബാർ മൈനസ് എക്സ്, എക്സ് ബാർ മൈനസ് എക്സ് ബാറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ബാറോട് എടുക്കട്ടെ. I think it's possible. You got it. എക്സ് ബാർ മൈനസ് എക്സ് എടുത്തു. അടുത്തത് എക്സ് ബാർ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. എക്സ് ബാർ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ വേണം. നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലാം. എക്സ് ബാർ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ, bar minus x the whole square. പിന്നെ അടുത്ത സ്റ്റേജ് എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. ഇക്വേഷൻ നോക്കുക. എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ, എന്നിട്ട് അതിന്റെ സിഗ്മയാണ് നമുക്ക് കാണേണ്ടത്. എഫ് ഇൻറ്റു ഇത്രയും ടേമിനോട് വീണ്ടും എഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എഫ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ.
ഇനി അതിനെ സിഗ്മ ഓഫ്, അപ്പൊ നമുക്ക് കംപ്ലീറ്റ് കിട്ടി. സിഗ്മ ഓഫ് എഫ് ഇൻറ്റു എക്സ് ബാർ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ അവിടെ കിട്ടും കംപ്ലീറ്റ്. പിന്നെ എന്നോട് ഡിവൈഡ് ചെയ്തു സ്ക്വയർ റൂട്ട് കാണുന്നു. ക്ലിയർ ആണല്ലോ? എഫ് എക്സ് കണ്ട് നമ്മളെ ഇക്വേഷൻ നോക്കുക. എക്സ് ബാർ എഫ് ഇൻറ്റു സിഗ്മ ഓഫ്, ആദ്യം നമ്മൾ ഇട്ടത് സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ ഓഫ് എഫ് ഇൻറ്റു എക്സ് ബാർ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ അപ്പോൺ എൻ എന്നാണ്. അപ്പോ എഫ് എക്സ് കണ്ട് അതിനെ എന്നോട് ഡിവൈഡ് ചെയ്തപ്പോ അരിത്തമെറ്റിക് മീൻ കിട്ടി. ഇനി അരിത്തമെറ്റിക് മീനിൽ നിന്നും ഓരോ എക്സും കുറയ്ക്കണം. ഓരോ എക്സും ആണ് കുറയ്ക്കുന്നത്. അത് കഴിഞ്ഞ് അതിന്റെ സ്ക്വയർ എടുക്കണം. ആ സ്ക്വയറിനോട് കൂടി ഫ്രീക്വൻസി മൾട്ടിപ്ലൈ ചെയ്യണം. എഫിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യിപ്പിക്കണം. ആ മൾട്ടിപ്ലൈ ചെയ്യിച്ച വാല്യൂവിനെ ടോട്ടൽ ചെയ്തിട്ട് അതിൽ നിന്ന് അതിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്യണം. n 40 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് സ്ക്വയർ റൂട്ട് കാണണം. ദാറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ ഒന്നുകൂടി ചെയ്ത് നോക്കാം. ക്യാൻ കണ്ടിന്യൂ. എന്നിട്ട് നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യണം. അത് ജസ്റ്റ് നോക്കാം. ഐ വിൽ ഫെസിലിറ്റേറ്റ്, അതർവൈസ് ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ടു സം ഓഫ് യു. ബേസിക് ആണ്. സിഗ്മ എക്സ് ബാർ മൈനസ് എക്സ് ആണ്. എക്സ് ബാർ 28.5 മൈനസ് എക്സ് 5 എത്രയാണ്? 23.5. 28.5 മൈനസ് 15 13.5. 28.5 മൈനസ് 25 3.5. 28.5 മൈനസ് 35 എത്ര കിട്ടി? മൈനസ് 6.5 അല്ലേ? Yes. അടുത്തത് മൈനസ് 16.5 അല്ലേ? ഇനി അതിന്റെ സ്ക്വയർ റൂട്ട് 23.5 സ്ക്വയർ റൂട്ട് 23.5 552.25 13.5 182.25 3.5 square 3.5 square 12.25 6.5 into 6.5, let's see, 42.25 16.5 into 6 square of the 16 272, isn't it? 272.25 complete aila. Then again this is the concern sigma, sorry, this is the x bar minus x the whole square. Ini we have to multiply this with the corresponding f. f കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. f കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് അടുത്ത ഒരു കാര്യം. So we have to take all the f. 4 is an f, 16 f, 12 അതെല്ലാം f എടുത്തിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നതാണ് നെക്സ്റ്റ് കാര്യം. അഞ്ഞൂറ്റി 52.25 ഇൻറ്റു 4 2209 അല്ലേ? നെക്സ്റ്റ് ഈസ് 182.25 ഇൻറ്റു 6 1093.5. Next is 12.25 into 12. It is 147. Next is 42.25 into 8. So 38.
Next is 272.25 into 10. That is 2722.5. ഇപ്പോഴാണ് നമുക്ക് f into x bar minus x the whole square എന്നുള്ള ഇക്വേഷൻ കിട്ടിയത്. ഇനി സിഗ്മ ഓഫ് f into x bar minus f of x bar minus x the whole square. Square root of sigma of f of x bar minus x the whole square upon n. So now we are going for the sigma plus 147 plus that plus so I got the value 6510. Is it same value you got? Is it the same value you got? Yes. Okay. Then divided by, then in next stage we have to divide 6510 divided by 40. Divided by 40. So you will be getting 162.75. Now we have to go for square root of that. Answer കിട്ടിയോ? 12.75. 12.75. So this is the final value of standard deviation. So standard deviation is highly significant because this concept is to be applied when you are going for other calculations like regression, ANOVA. ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ടതാണ്. അതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് ചെയ്യാം. So I'm just giving you a small calculation again. Just copying and pasting the same. Okay, exactly it has come. I'm just removing the values and adding the values. So frequency 2, 3, 5. 6 and 4. So these are the values. You please calculate standard deviation for the following data set. You can go for standard deviation. Hopefully, easily you can do it because we have very small value. But sometimes when we multiply, it becomes big value. Anyway, it is relatively small value. So we have here it remained the same 5, 15, 25, 35 and 45. These are the midpoint. Rest of the things you calculate. In a few minutes I'll give you. Please start doing it. If you have clarity, it's okay. Otherwise, if you don't have a clarity regarding, please do it because further it will be helpful for you. സാർ കേൾക്കുന്നില്ല. ഞാനൊന്നും പറയുന്നില്ല, നിങ്ങളോട് ഇത് ചെയ്യാൻ പറഞ്ഞതായിരുന്നു കേട്ടോ. ഈ ഒരു കാൽക്കുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചെയ്യാനായിരുന്നു. If all of you have clarity, then we can move to the other concept. എല്ലാവർക്കും ക്ലാരിറ്റി ഉണ്ടോ? എന്നാൽ നമുക്ക് അടുത്തൊരു കൺസെപ്റ്റിലേക്ക് പോവാം. ആർക്കെങ്കിലും കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റുമോ? സിമ്പിൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. അതെ, സിമ്പിൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. സയന്റിഫിക് ഉപയോഗിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ.
അപ്പൊ അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കുക. അതർവൈസ് വി ക്യാൻ കണ്ടിന്യൂ. യു ക്യാൻ കണ്ടിന്യൂ ദാറ്റ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് മറ്റൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് സ്ക്യൂനെസ് ആണ്. സ്ക്യൂനെസ് പറയുമ്പോൾ നമ്മൾ ആദ്യം അതിന് മുന്നേ പറയുന്ന ഒരു സംഭവമാണ് നോർമൽ പ്രോബബിലിറ്റി കർവ്, നോർമാലിറ്റി. അപ്പൊ അത് പറഞ്ഞിട്ട് നമ്മൾ ഈ സ്ക്യൂനെസ് പറയാൻ പോകുന്നുള്ളൂ. അപ്പൊ അത് നോർമൽ പ്രോബബിലിറ്റി നമ്മൾ പറയുമ്പോൾ കുറച്ച് സമയം എടുക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്കൊരു വി ഹാവ് റഫ്ലി 10 minutes. അപ്പൊ ഞാൻ വേറൊരു കൺസെപ്റ്റ് ആണ് ഇപ്പൊ പറയാൻ പോകുന്നത്. സ്ക്യൂനെസ് ആൻഡ് കർട്ടോസിസ് ഉണ്ട്. അത് പറയണമെങ്കിൽ നോർമൽ കർവ് എന്താണെന്ന് പറയാം. അപ്പൊ നോർമൽ കർവ് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ടുമോറോ വി വിൽ ഡിസ്കസ്. സോ ബിഫോർ ദാറ്റ് വി വിൽ മൂവ് ടു കോറിലേഷൻ. കോറിലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻഡെക്സ് ഓഫ് റിലേഷൻഷിപ്പ്. ഇറ്റ് ഈസ് ആൻ ഇൻഡെക്സ് ഓഫ് റിലേഷൻഷിപ്സ്. റിലേഷൻഷിപ്പ് ഇൻഡെക്സിനെയാണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ കോറിലേഷൻ എന്ന് പറയുന്നത്. കോറിലേഷൻ ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ്. രണ്ടോ അതിലധികമേ വേരിയബിൾസ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ കോറിലേഷൻ എന്ന് പറയുന്നത്. Correlation can be either positive or negative. Positive or negative correlation ഉണ്ടാവാം. Positive ആവാം, negative ആവാം. There is also chance of no correlation. No correlation എന്ന് പറയുന്ന ഒരു സാധ്യതയും ഉണ്ട്. These are the aspects of correlation. Now, when we are talking about the index of correlation is called coefficient of correlation. Coefficient എന്നാണ് പറയുന്നത്. Coefficient of correlation. അതിന്റെ ഇൻഡെക്സിനെയാണ് നമ്മൾ coefficient of correlation എന്ന് പറയുന്നത്. There are many ways of interpreting the correlation. Anyway, highest value of correlation, or we can call it a range of correlation, is from 0 to 1. 0 മുതൽ 1 വരെയാണെന്ന് പറയാം. അതല്ലെങ്കിൽ -1 to 1. ഇതാണ് കോറിലേഷന്റെ റേഞ്ച്. If your value is more than 1, that means something is wrong with your calculation. ഒരിക്കലും എപ്പോഴും കോറിലേഷന്റെ വാല്യൂ 0 point ആയിരിക്കും, 1ൽ താഴെ ആയിരിക്കും. 1 എന്ന് പറയുമ്പോൾ ഒരു പെർഫെക്റ്റ് കോറിലേഷൻ ആണ്. 0 എന്ന് പറയുമ്പോൾ നോ കോറിലേഷൻ ആണ്. ഏതൊരു കോറിലേഷന്റെ ഒരു കാൽക്കുലേഷൻ എടുത്തു കഴിഞ്ഞാലും the value will be plus or minus within 0 and 1, between 0 and 1. ഇനി കോറിലേഷന്റെ റേഞ്ചിനെ പല തിങ്കേഴ്സും പല രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യാറുണ്ട്. എന്നിരുന്നാലും a common interpretation we can say 0.0 to 0.2 is considered as negligible correlation. 0.2 to 0.4, that is low correlation. 0.4 to 0.6, it is substantial correlation, substantial relationship. 0.6 to 0.8, it is high correlation. 0.6, 0.8 above is very high correlation. 1, no chance for mostly. This is perfect correlation. This is the correlation ranges. Generally നമ്മൾ അതിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ് correlation coefficient ranges. കോറിലേഷനിൽ തന്നെ there are many forms of correlation. പലതരം കോറിലേഷന്റെ ഫോംസ്. അതില് ഒരു കോറിലേഷന്റെ ഫോമാണ് പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ. Product moment correlation of Karl Pearson's.
കാൾ പിയേഴ്സൺസിന്റെ പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ. കാൾ പിയേഴ്സൺസ് പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ. ഈ പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷനെ കുറിച്ച് നമുക്ക് പറയാം. ഇറ്റ് ഈസ് എ വെരി ഗുഡ് കോറിലേഷൻ. നല്ലൊരു കോറിലേഷൻ ആണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ പാരാമെട്രിക് ടെസ്റ്റ്. നല്ല സാമ്പിൾ എടുത്താല്, ലാർജ് സാമ്പിൾ എടുത്താല് ചെയ്യുന്ന നല്ല ടെസ്റ്റുകളെയാണ് നമ്മൾ പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. That will also we deal tomorrow. Tests can be classified into parametric and non-parametric. Parametric test എന്ന് പറയുന്നത് നല്ല സാമ്പിൾ ഉണ്ടാകുമ്പോൾ, റാൻഡം സാമ്പിൾ ചെയ്യുമ്പോൾ ഒക്കെയാണ് നമ്മൾ പാരാമെട്രിക് കോറിലേഷൻ ചെയ്യുന്നത്, പാരാമെട്രിക് ടെസ്റ്റുകൾ ചെയ്യുന്നത്. പ്രോപ്പറായിട്ട് സാമ്പിൾ ചെയ്യാതിരിക്കുമ്പോൾ, ചെറിയ സാമ്പിൾ ആകുമ്പോൾ, തിയററ്റിക്കൽ അസംഷൻസ് ഫുൾഫിൽ ചെയ്യാതിരിക്കുമ്പോഴൊക്കെ നമ്മൾ പാരാമെട്രിക് ടെസ്റ്റ് ചെയ്യൽ പോസിബിൾ അല്ല. ആ സമയത്ത് നമ്മൾ നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. So product moment correlation of Karl Pearson's is a very good correlation, one of the scientific forms of correlation, and it is a parametric test. ഇനി ഇതിന്റെ ഇക്വേഷൻ ആണ്, ഇതിന്റെ ഇക്വേഷൻ പറയുന്നത് n sigma xy minus sigma x sigma y upon square root of n sigma x square minus sigma x the whole square into n sigma y square minus sigma y the whole square. So I can take product moment correlation. Yes. This is perfectly the equation. R, correlation coefficient R is equal to n sigma xy minus sigma x into sigma y upon square root of n sigma x square minus sigma x the whole square into n sigma y square minus sigma y the whole square. Numerator പഠിക്കുക, n sigma xy മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. ഡിനോമിനേറ്റർ രണ്ട് സെഗ്മെന്റാ, ഒന്ന് എക്സിനെ കുറിച്ച് പറയുന്നതും ഒന്ന് വൈയെ കുറിച്ച് പറയുന്നു. എൻ സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു അതേപോലെ വൈ, എൻ സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ദ ഹോൾ സ്ക്വയർ. സ്ക്വയർ റൂട്ടാണ് അവിടെ ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. R is equal to n sigma y xy minus sigma x into sigma y upon square root of n sigma x square minus sigma x the whole square into n sigma y square minus sigma y the whole square. വളരെ സിമ്പിൾ ആണ് ഇക്വേഷൻ. കണ്ടാൽ വലുതാണെന്ന് തോന്നുമെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ എന്ന് പറയുന്നത്. Let's see the relationship with x and y. ഒന്നാമത്തെ രണ്ടാമത്തെ വേരിയബിളിനെയാണ് എക്സ് വൈ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. For example, I got certain values like 2, 3, 4, 2, 3, 4. Okay. Okay. Similarly, I have 2. ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. എക്സും വൈയും തന്നിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് തമ്മിൽ കോറിലേഷൻ ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. എന്തൊക്കെ നമുക്ക് വേണം? ഇക്വേഷൻ നോക്കുക. എക്സ് ഇൻറ്റു വൈ ദാറ്റ് ഈസ് എക്സ്. എൻ എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് ആണ്. എത്ര പെയേഴ്സ് ഉണ്ടോ അതാണ് എൻ എന്ന് പറയുന്നത്. എക്സ് എക്സിലെ വേരിയബിള്, വൈ വൈയുടെ വേരിയബിൾ. എക്സും വൈയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എക്സ് വൈ കിട്ടുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് വേണം? എക്സ് വൈ വേണം. അതിന്റെ താഴെ പോയാല് സിഗ്മ എക്സ് വൈ കിട്ടും. അതിനെയാണ് n ആയ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്തത് സിഗ്മ എക്സ്. എക്സിന്റെ ടോട്ടലിനെയാണ് സിഗ്മ എക്സ് എന്ന് പറയുന്നത്. താഴെ പോയാല് എക്സിന്റെ ടോട്ടൽ കിട്ടും.
ഇവിടെ സിഗ്മ വൈ ആണ്. അപ്പൊ വൈയെ ടോട്ടൽ ചെയ്യുന്നു. ഇനി താഴെ നോക്കുക. സ്ക്വയർ റൂട്ട് ഓഫ് n അറിയാം 10 ആണ്. ഇവിടെ എത്ര ജോഡി ഉണ്ടെന്ന്. സിഗ്മ എക്സ് സ്ക്വയറിന്റെ സിഗ്മ. അപ്പൊ ആദ്യം എന്ത് വേണം? എക്സ് സ്ക്വയർ കാണണം. അപ്പോഴാണ് എക്സ് സ്ക്വയറിന്റെ സിഗ്മ കാണുന്നത്. എക്സ് സ്ക്വയറിന്റെ സിഗ്മ ആണെങ്കിൽ എക്സ് സ്ക്വയർ കാണണം. ഇനി സിഗ്മ എക്സ് ഇവിടെ കണ്ടു, അതിന്റെ ഹോൾ സ്ക്വയർ. സിഗ്മ എക്സ് എക്സിന്റെ ടോട്ടലിന്റെ സ്ക്വയർ. സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ n ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ. അപ്പൊ ഐ നീഡ് വൈ സ്ക്വയർ. എനിക്കിവിടെ വൈ സ്ക്വയർ വേണം. എക്സ് സ്ക്വയർ പോലെ തന്നെ ജസ്റ്റ് കോപ്പിയിങ് പേസ്റ്റിങ് മേക്കിംഗ് ഇറ്റ് എസ് വൈ. സിഗ്മ വൈ സ്ക്വയർ കണ്ട സിഗ്മ വൈ സ്ക്വയർ ആയി. എല്ലാ കാര്യങ്ങളും നമുക്ക് ക്ലിയർ ആയി. എക്സും വൈയും മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് വൈ കിട്ടും. എക്സ് വൈ എത്രയാണ് ഇവിടെ? 1 into 2 2 2 into 4 8 3 into 5 15 4 into 3 12 2 into 6 12 3 into 5 15 4 into 4 16 5 into 7 35 6 into 5 40 3 into 2 6. എക്സ് വൈ കിട്ടി. സിഗ്മ എക്സ് വൈ ആ, അത് ടോട്ടൽ ചെയ്താൽ സിഗ്മ എക്സ് വൈ കിട്ടും. എക്സ് സ്ക്വയർ നമുക്ക് കാണാൻ നോക്കാം. എക്സിന്റെ സ്ക്വയർ 1 സ്ക്വയർ 1 2 സ്ക്വയർ 4 3 സ്ക്വയർ 9 4 സ്ക്വയർ 16 2 സ്ക്വയർ 4 3 സ്ക്വയർ 9 4 സ്ക്വയർ 16 5 സ്ക്വയർ 25 6 സ്ക്വയർ 36 3 സ്ക്വയർ 9 5 സ്ക്വയർ 2 4 4 16 4 36 36 5 25 2 4. ഇനി എല്ലാം ചെയ്ത് നോക്കുക. എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ആയി. അപ്പൊ സിഗ്മ എക്സ് സ്ക്വയർ 3 3 6 6 4 10 15 33 ആണ് സിഗ്മ എക്സ് എനിക്ക് കിട്ടിയത്. നിങ്ങൾക്ക് അത് തന്നെയാണോ കിട്ടിയത് നോക്കാം. സിഗ്മ വൈ വേണം. 43 കിട്ടി. എക്സ് വൈ നോക്കുക. ആണെന്ന് തോന്നുന്നു. ക്ലാരിഫൈ. കണക്ഷൻ കാണിക്കുന്നു. കണക്ഷൻ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ലെറ്റ് മീ ഷെയർ ഇറ്റ്. നിങ്ങൾക്ക് കോറിലേഷൻ പറഞ്ഞെല്ലാം കേട്ടോ? ക്ലിയർ ആയോ? കോറിലേഷൻ പറഞ്ഞെല്ലാം കേട്ടോ? ഹലോ, ഇഗ്നോയുടെ സ്റ്റഡി മെറ്റീരിയൽ സാർ പറഞ്ഞ ഇക്വേഷൻ അല്ലല്ലോ ഉള്ളത്. അത് നിങ്ങൾക്ക് അത് ഉപയോഗിച്ചാലും കുഴപ്പമില്ല, ഇത് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. സെയിം ഇക്വേഷൻ ഉപയോഗിക്കാം കേട്ടോ. ഞാനൊരു ഇക്വേഷൻ പറഞ്ഞെന്ന് മാത്രം, വേറെ ഇക്വേഷൻ ഉപയോഗിക്കുന്നതും കുഴപ്പമില്ല. ഞാൻ ആ ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് അതും ചെയ്ത് നോക്കാം.
നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പോ ഞാനൊരു ഇക്വേഷൻ പറഞ്ഞു, നിങ്ങൾ ആ ഇക്വേഷൻ വെച്ചും ചെയ്ത് നോക്കൂ. ആൻസർ വിൽ ബി സെയിം. അതുപോലെ നിങ്ങൾ നേരത്തെ വല്ല പഠിച്ച ഇക്വേഷൻസ് അങ്ങനെ ഉണ്ടെങ്കിലും യു ക്യാൻ യൂസ് ദ സെയിം ഇക്വേഷൻ. ദർ ഇസ് നോ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ. നിങ്ങൾ ചെയ്ത ആ പ്രോസസ് ക്ലിയർ ആയാൽ മതി. Product moment correlation R is equal to n sigma xy minus sigma x into sigma y upon n sigma x square minus sigma x the whole square into n sigma y square minus sigma y the whole square. That is the equation. Okay, അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. Then we will continue tomorrow. Meantime, you can do the task. അതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ വളരെ ബേസിക് ആണ് നമ്മൾ തുടങ്ങി വെച്ചത്. ഇപ്പൊ ഇന്ന് തുടങ്ങിയതില് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരിക എന്ന് പറയുമ്പോൾ അതില് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ, പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ. ബാക്കിയെല്ലാം അതിനെ സപ്ലിമെന്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. ദർ ആർ ചാൻസസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഒക്കെ റെയർ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അത് ബേസിക് ആണ്, എന്നാലും ചില സമയത്ത് ചോദിക്കാം. വാട്ട് ഈസ് ഹിസ്റ്റോഗ്രാം, വാട്ട് ഈസ് ഒജീവ്, അങ്ങനെയൊക്കെയുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ ചോദിക്കാം. ഓക്കെ, then we will meet tomorrow. Okay.